പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ഡോക്ടർ കെ.ടി. മാധവൻ ചുമതലയേറ്റു. മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസറും എമർജൻസി വിഭാഗം തലവനുമാണ് ഡോക്ടർ കെ.ടി. മാധവൻ. പാവപ്പെട്ട രോഗികൾക്ക് പരമാവധി സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായാണ് ഡോക്ടർ കെ.ടി. മാധവൻ ചുമതലയേറ്റത്. കഴിഞ്ഞ 7 വർഷമായി സൂപ്രണ്ടായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ കെ. സുദീപ് ചുമതലകൾ ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ സൂപ്രണ്ടായി നിയമിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉത്തരവായത്. മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസറും എമർജൻസി വിഭാഗം തലവനുമായ ഇദ്ദേഹം തളിപ്രമ്പ് സ്വദേശിയാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നുണ്ടെന്നും പാവപ്പെട്ടവർക്ക് പരമാവധി സേവനങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഡോക്ടർ കെ.ടി. മാധവൻ പറഞ്ഞു. കഴിയാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവും അങ്ങനെയുള്ള രീതിയിൽ ഹോസ്പിറ്റലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സർവാത്മന സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്താൻ എന്ന് ഞാൻ ആശിക്കുകയാണ്. അതിൻ്റെ കൂടെ സ്ഥാനമൊഴിഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്ക് ഡോക്ടർ സുദീപിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ശൈശവദശയിലുള്ള ആശുപത്രിയെ മുന്നോട്ട് നയിച്ച് 6 വർഷത്തിലധികം മുന്നോട്ട് നയിച്ച് ഇവിടെ എത്തിച്ചതിന് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നു. വിദ്യാഭ്യാസ ചികിത്സാ മേഖലകളിൽ സംസ്ഥാനത്തെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളിലൊന്നായ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും പുതിയ നേതൃത്വം കൂടുതൽ കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി ജീവനക്കാരും ജനങ്ങളും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.